ഹലോ കൂട്ടുകാരി, ഇതുകൊണ്ട് ഒരു സൈസ് പ്ലാവ്, ചെമ്പടക്ക് പ്ലാവ് എന്ന് പറയേ. ആഞ്ഞിലിപ്പഴം പോലെ പൊളിച്ച് ഇതിൻ്റെ പഴം നല്ല മണമാണെന്ന് പറയുന്നത്. ഒരു പുതിയ ഇനമാണ് ചെമ്പടക്ക, നല്ല മധുരമാണെന്നാണ് പറയുന്നത് കേട്ടോ. സാധാരണ ചക്കയുടെ കാലം നല്ല മധുരമുണ്ടെന്ന് പറയുന്നത്, നല്ല രുചിയുണ്ടെന്ന് പറയുന്നു. കടും ചുവപ്പ് നിറമാണ് അതിൻ്റെ പഴമെന്നാണ് പറയുന്നത്. പഴത്തിന് നീണ്ടുരുണ്ട ചക്കയാണ് ചെമ്പടക്ക ചക്ക. അതായത് പഴയകാലത്ത് അരകല്ലും പിള്ള പോലെ ഇരിക്കും. കണ്ടോ, ഞാൻ പുതിയ ഇനമാണത്. കേരളത്തിലൊക്കെ നല്ല പിടിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ചെമ്പടക്ക പ്ലാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ആഞ്ഞിലിപ്പഴം, പണ്ടത്തെ ആഞ്ഞിലിപ്പഴം ഓർക്കുന്നുണ്ട്? ആഞ്ഞിലിച്ചക്ക അതുപോലെ ഇത് പൊളിച്ച് തിന്നാം. തൊണ്ടിങ്ങനെ പൊളിച്ചെടുത്തിട്ട് പഴങ്ങളെല്ലാം തിന്നാം. ചെമ്പടക്ക കണ്ടോ, നീണ്ട നല്ല ചക്ക ഉരുണ്ടിട്ട്. ഇതിൻ്റെ ചോളയ്ക്ക് നല്ല ചുവപ്പ് കളറാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരിങ്ങനെ പഴം? ഈ തൊണ്ടൊക്കെ ഇങ്ങനെ പൊളിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് നട്ടു. ചക്ക ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ ചക്ക ഉണ്ടായത് പോയി, ഇതിപ്പം രണ്ടാം പ്രാവശ്യം ഉണ്ടാകുന്നതാണ്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കൂട്ടുകാരെ. ഡ്രമ്മിലാണ് നട്ടേക്കുന്ന മുറ്റത്തെ. പുതിയനം പ്ലാവ് ചക്കയാന്നും പറഞ്ഞുകൊണ്ട് നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. പഴുക്കുമ്പോൾ അറിയാലേ, നല്ല മണമുള്ളതെന്നാണ് പറയുന്നത്. ഇതിന് ഇത്ര മുഴുപ്പുണ്ട് കണ്ടോ. മൂന്നാല് ചക്ക ഉണ്ടായിട്ടുണ്ട്. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക്, ജൈവ സ്ലറി, പച്ചക്കറി വേസ്റ്റിൻ്റെ സ്ലറി ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. വളമായിട്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടോ കൂട്ടുകാരെ, ചെമ്പടക്ക് എന്ന് പറയേ. ചെമ്പടക്ക് പ്ലാവ് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാമല്ലേ നല്ല മണമുണ്ടോ, കളറുണ്ടോ എന്നൊക്കെ. പുതിയനം പ്ലാവാന്ന് പറഞ്ഞു തന്ന. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.